എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുറച്ച് എന്നെപ്പറ്റിയും കുറച്ച് പൊതുവായിട്ടുള്ളൊരു കാര്യം വളരെ കുറച്ച് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്നെപ്പറ്റിയൊരു ഒരു ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പറയുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സംസാരം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എല്ലാവരുടെ അടുത്തും കയറി സംസാരിക്കില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സംസാരിക്കും. എൻ്റെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് സംസാരിക്കും. അപ്പം പലപ്പോഴും പലരും എനിക്ക് ഇന്ന് ഉണ്ടായ ഒരു അനുഭവം, അപ്പോഴാണ് ഞാനെന്നത് ഇത് മനസ്സിലാക്കണത്. എല്ലാ സമയത്തും ഇതത്ര നല്ല കാര്യമല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ പ്രായത്തിനിടയ്ക്ക് ഇന്ന് വൈകുന്നേരം ഉണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയുന്നില്ല. അപ്പം എൻ്റെ മകനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അമ്മ എല്ലാ സമയത്തും എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ആൾക്കാരായിരിക്കില്ല, അതമ്മ മനസ്സിലാക്കണം. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോ സ്ഥലത്തിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളും, ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ ഒരാളൊക്കെ ആയിരിക്കും എൻ്റെ അത്രയും പെറ്റായിട്ടുള്ള ഒരാൾ. അപ്പം ഞാൻ അയാളെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇപ്പം എന്താണ് തലയ്ക്ക് ഓളുണ്ടോ അല്ലെങ്കിൽ വട്ടുണ്ടോ എന്ന് തോന്നും. എനിക്കങ്ങനെ ഫീൽ ചെയ്തെന്ന്. അപ്പം ഞാനിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞാൻ 1-2 വീഡിയോസ് ഇങ്ങനെ കണ്ടു. വീഡിയോസ് കാണുമ്പോഴാണ് കൂടുതൽ എനിക്ക് ഓരോന്നൊക്കെ ഓർമ്മ വരിക. ഞാൻ എന്നായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരിക. അപ്പം ഇങ്ങനെ ഞാൻ ആരെ പരിഹസിക്കുക, കളിയാക്കിയ ബോഡി ഷേപ്പിങ് അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പുറത്ത് സംസാരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ. പിന്നെ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മൾ മാന്യമായ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു ശൈലിയിൽ പ്രസംഗിക്കും, അത്രേ ഉള്ളൂ. അപ്പോഴും ചിലപ്പം ഇങ്ങനത്തെ ഒരു രീതികൾ കയറി വരാറുണ്ട്. അപ്പോൾ അത് വേർഡുകളൊക്കെ കുറച്ച് ടഫ് കട്ടിയായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, എനിക്ക് ഡ്രസ്സിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഡ്രസ്സിൻ്റെ കച്ചവടം നടത്തുന്ന ആൾക്കാരൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ലേഡിയുടെ സംസാരമുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ വാങ്ങിയ ഒരു ടോപ്പിനെ പറ്റിയിട്ടാണ്. ഈ ടോപ്പ് നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഇത് കൂട്ടി നിങ്ങൾ വാങ്ങണം. ഞാൻ വാങ്ങിയത് സ്ലിം ഫിറ്റാണ്. നിങ്ങളത് പക്ഷേ അതെനിക്ക് വളരെ ചെറുതായി പോയി. അപ്പം നമ്മളൊരു ഗ്രേഡ് കൂട്ടി വാങ്ങണം, എങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എനിക്കിത്ര മറത്തരം എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ടാവില്ല ഇങ്ങനെ സംസാരിക്കാൻ, എന്നെക്കൊണ്ടാവില്ല. വേറൊരു ലേഡി, ഞാനിന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സാരി കോട്ടനാണ്, ഇതിൻ്റെ ത്രെഡ് കോട്ടനാണ്. ഇത് പക്ഷേ വാഷ് ചെയ്താലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് വരും. നിങ്ങളത് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഞാൻ കളിയാക്കിയതല്ല, എന്നെക്കൊണ്ടാവൂല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ റിയൽ ലൈഫിലും ഇങ്ങനെ കടിച്ചു പിടിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മോശമൊന്നൊന്നും പറയാനില്ല, അവരുടെ രീതിയാണത്. അവരങ്ങനെ സംസാരിക്കുന്നു. അവർ ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ വളരെ ഫ്രീ ആയിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അവർ ഒരു എന്താ പറയുക, ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അവരവരുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ എനിക്കങ്ങനെ സാധിച്ചിട്ടില്ല. അതെൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തത് എൻ്റെ ഒരു പോരായ്മയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യം ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ന്യൂജൻ കുട്ടികളെ മുഴുവനോട് അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ പല കാര്യങ്ങളും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ തിരുത്തി തരുന്നുണ്ട്. തിരുത്തേണ്ട കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമ്മൾ തിരുത്തന്നെ വേണം. അതിൽ തെറ്റൊന്നുമില്ല. അതിൽ വലിപ്പ ചെറുപ്പം കാണേണ്ടതോ അല്ലെങ്കിൽ അയ്യോ ഇപ്പം എൻ്റെ മോൻ പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അവൻ പറയണത് ഞാനെന്ത് കേൾക്കണം, അങ്ങനത്തെ രീതിയൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളത് റിയലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിനി ഈ വായില്ലാത്ത വെട്ടോത്തിന്ന് ഞങ്ങളുടെ കൊടുങ്ങല്ലൂരൊരു ഭാഷയുണ്ട്, മറ്റുള്ള നാട്ടിലുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ആ രീതി ഞാനൊന്ന് മാറ്റി ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പം എനിക്ക് വയ്യ, സോറി. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ആരെയും കളിയാക്കിയല്ല കേട്ടോ, ഒരു മിമിക്രി അത്രേ ഉള്ളൂ, ഒരു തമാശ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നന്ദി, നമസ്കാരം.